അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി സംഭവം നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. മറ്റൊന്നല്ല, നമ്മുടെ ട്രേഡിംഗ് വ്യൂവിൽ ചാർട്ടിൽ തന്നെ നല്ലൊരു സ്ക്രീനർ എങ്ങനെ സെറ്റ് ചെയ്യാം, നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിന് സഹായമായ നല്ലൊരു മൊമെൻറ്റം തരുന്ന, ഷോർട്ട് ടൈമിൽ നല്ല മൊമെൻറ്റം ഉള്ള സ്റ്റോക്കുകൾ മാത്രം വരുന്ന ഒരു സ്ക്രീനർ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്കറിയാം, ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം വേൾഡ് വൈഡ് യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ്. അതുപോലെ തന്നെ എല്ലാ കണ്ടുകളും ഇപ്പോൾ ഫോറക്സ് ട്രേഡ് ചെയ്യുന്നവർ, കമ്മോഡിറ്റി ട്രേഡ് ചെയ്യുന്നവർ, അതുപോലെ നമ്മുടെ NSEയിൽ BSEയിൽ F&O എല്ലാത്തിലും ട്രേഡ് ചെയ്യുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്നത്. മറ്റു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിനെ അപേക്ഷിച്ച് ട്രേഡിംഗ് വ്യൂവിലുള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ബ്രോക്കറെ ചാർട്ടിൽ ലിമിറ്റഡ് ആയിട്ടുള്ള അവർ തന്നിരിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മുടെ ട്രേഡിംഗ് വ്യൂവിൽ നമുക്ക് എന്താ പറയുക, വേൾഡ് വൈഡ് ആൾക്കാർ യൂസ് ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സും നമുക്ക് അതിൽ കിട്ടും. അതുപോലെ തന്നെ പ്രൈസ് ആക്ഷൻ, വേൾഡ് വൈഡ് യൂസ് ചെയ്യുന്ന ഏതൊക്കെ തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സോ പ്രൈസ് ആക്ഷനോ അത് മാർക്കറ്റ് ഡാറ്റയോ എല്ലാം തന്നെ നമുക്ക് ട്രേഡിംഗ് വ്യൂവിൽ അവൈലബിൾ. അതുകൊണ്ടാണ് വേൾഡ് വൈഡ് എല്ലാവരും ട്രേഡിംഗ് വ്യൂ ചൂസ് ചെയ്യുന്നത്, ചാർട്ട് അനാലിസിസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ട്രേഡിംഗ് വ്യൂവിൽ ഒരു അസൽ ടെക്നിക്ക്, അതായത് ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡിംഗ് വ്യൂവിലെ ഒരു സ്ക്രീനർ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രീനർ, നല്ല മൊമെന്റത്തിലേക്ക് കയറി വരുന്ന സ്റ്റോക്കുകൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, ഷോർട്ട് ടൈമിലേക്ക് നല്ല ഗെയിൻ തരാൻ പോകുന്ന സ്റ്റോക്കുകൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ള ഒരു അസൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നുണ്ടോ. അതുപോലെ ഇത് പറയുന്ന സ്റ്റോക്കുകളൊന്നും ഒരു ബൈ സെൽ റെക്കമെൻഡേഷൻ ആയിട്ട് നിങ്ങൾ എടുക്കാനേ പാടില്ല. നിങ്ങൾ നിങ്ങളുടേതായ അനാലിസിസ് നടത്തിയിട്ട് മാത്രമേ സ്റ്റോക്കുകൾ ബൈ ചെയ്യാനോ സെല് ചെയ്യാനൊക്കെ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ചാർട്ടിൽ തന്നെ, സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ട്രേഡിങ് ചെയ്യാനൊരു പ്ലാറ്റ്ഫോം, സ്ക്രീൻ ചെയ്യാൻ മറ്റൊരു പ്ലാറ്റ്ഫോം, ലൈക്ക് ഇപ്പോൾ ചാർട്ടിങ് അതുപോലത്തെ പ്ലാറ്റ്ഫോമുകളാണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ബ്രോക്കർ എന്തെങ്കിലും സ്ക്രീനുകൾ യൂസ് ചെയ്യും. നമ്മൾ അങ്ങനത്തെ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, നമ്മളും യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ സ്ക്രീനേഴ്സ്. പക്ഷേ കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സ്ക്രീനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ ആ ചാർട്ടിങ് യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിൽ തന്നെ ഒരു സ്ക്രീനർ, അതുപോലെ തന്നെ ഒരു സ്ക്രീനർ വരുവാണെങ്കിലോ എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും അല്ലേ. അതുപോലത്തെ ഒരു സ്ക്രീനറാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണല്ലോ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ വീഡിയോ നമുക്ക് ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എങ്ങനെയാണ് ഈ സ്ക്രീനർ സെറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൽ ട്രേഡ് എടുക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ കണ്ടീഷൻസ്, എവിടെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്, ഏതൊക്കെ കണ്ടീഷനിൽ ഏതൊക്കെ സ്റ്റോക്കുകളാണ് നമ്മൾ ബൈ ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ വീഡിയോസ് എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരുള്ളൂ. അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പ്രസ്ഥാനം നമ്മൾ വെച്ച് നിർത്തേണ്ടി വരും. അതുകൊണ്ടാണ് ഈ പറയുന്നത് കേട്ടോ. കുറേ പേർക്ക് ഇത് ഉപകാരമാവുന്നത് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടർന്ന് ഇങ്ങനെയുള്ള പ്രൈസ് ആക്ഷനും അതുപോലെ സ്വിംഗ് ട്രേഡിങ്ങിന് ഉപകാരമായ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയണ്ട, വീഡിയോയിലേക്ക് പോവാം. നേരെ നമ്മുടെ വീഡിയോയിൽ കടക്കാം. നല്ലൊരു സ്ക്രീനറാണ് നമ്മളിന്ന് നിർമ്മിക്കാൻ പോകുന്നത്. സ്ക്രീനർ സാധാരണ എല്ലാവരും നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ ചാർട്ടിങ്ങിലെ സ്ക്രീനേഴ്സാണ് മിക്കവരും സ്വിംഗ് ട്രേഡിങ് യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഈ ഇടയ്ക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് ട്രേഡിങ്ങിലുള്ള സ്ക്രീനറാണ്. അപ്പോൾ സ്ക്രീനർ എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് മൊമെൻറ്റുള്ള സ്റ്റോക്കുകൾ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല മൊമെൻറ്റുള്ള സ്റ്റോക്കുകളായിരിക്കും ഇതിൽ വരുന്നത്. പിന്നെ ഈ സ്ക്രീനർ എങ്ങനെ സേവ് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ നിങ്ങൾ ഇടയ്ക്ക് വെച്ച് സ്കിപ്പ് ചെയ്ത് പോകരുത്. ഇച്ചിരി കണ്ടിട്ട് പോയി നിങ്ങൾ ചാർട്ടിൽ പോയി ടെസ്റ്റ് ചെയ്യരുത്. വീഡിയോ മൊത്തമായിട്ട് കണ്ടിട്ട് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് സ്വിംഗ് ട്രേഡിങ് അതുപോലെ ഇൻട്രാഡേക്കും യൂസ് ചെയ്യാം കേട്ടോ. ഇതേ സ്ക്രീനിൽ തന്നെ വേണമെങ്കിൽ, കാരണം നല്ല മൊമെൻറ്റുള്ള സ്ക്രീനറാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ പറഞ്ഞ സ്വിംഗ് ട്രേഡിന് യൂസ് ചെയ്യുന്ന ടൈം ഫ്രെയിം എന്ന് പറയുന്നത് ഡേ ടൈം ഫ്രെയിമാണ് കേട്ടോ. അതുപോലെ ഇൻട്രാഡേക്കാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 5 മിനിറ്റ് ടൈം ഫ്രെയിമും യൂസ് ചെയ്യാം ഈ സ്ക്രീനിൽ കേട്ടോ. അതായത് 2-in-1 സ്ക്രീനറാണിത്, രണ്ട് പർപ്പസിന് ഉപയോഗിക്കാം. ഒരു സ്ക്രീനറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് ഇൻട്രാഡേക്കും യൂസ് ചെയ്യാം, സ്വിങ്ങിനും യൂസ് ചെയ്യാം. ഓക്കെ, എന്നാണ് നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ ട്രേഡിംഗ് വ്യൂ പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്യുക. ആർക്കെങ്കിലും ട്രേഡിംഗ് വ്യൂ ഇല്ലാന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യം തന്നെ ഒരു ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡിംഗ് വ്യൂവിൽ ഒരു അക്കൗണ്ട് നിർബന്ധമായിട്ടും വേണം കേട്ടോ ഗൈസ്. കാരണം വളരെ നിർബന്ധമായിട്ടുള്ള കാര്യം, ഒരു മസ്റ്റായിട്ടുള്ള കാര്യമാണ് ട്രേഡിംഗ് വ്യൂവിൽ അക്കൗണ്ട്. വളരെ സിമ്പിളാണ്. ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ട്രേഡിംഗ് വ്യൂവിൽ ഒരു അക്കൗണ്ട് എടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ അക്കൗണ്ട് എടുക്കാം. ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം വരും. നിങ്ങൾ ഗൂഗിൾ സൈൻ ഇൻ വഴിയൊക്കെ സൈൻ ഇൻ ചെയ്ത് നിങ്ങൾ ഇതിലെത്തുമ്പോൾ വാച്ച് ലിസ്റ്റ്, ഡിഫോൾട്ട് ആയിട്ടുള്ള കുറേ വാച്ച് ലിസ്റ്റൊക്കെ കാണാം. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ മാറ്റാം, അതിലേക്ക് കൂടുതൽ സ്റ്റോക്കുകൾ ആഡ് ചെയ്യാം. പെയ്ഡ് വെർഷനിൽ എനിക്ക് തോന്നുന്ന ഒരു വാച്ച് ലിസ്റ്റേ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതിൽ നമ്മുടെ സ്റ്റോക്കുകൾ ആഡ് ചെയ്യാനും ലിമിറ്റേഷൻസ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഈ ട്രേഡിംഗ് വ്യൂവിലെ ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ വന്നു കഴിഞ്ഞാൽ അത് ഇവിടെ ഒരു ഇത് കണ്ടോ, നിങ്ങളൊരു വട്ടം, ഈ ഒരു ഇത് കണ്ടോ, ഇവിടെ ഈ സൈഡിൽ, ഇതിവിടെ ഈ ഒരു സൈഡിൽ ഒരു വട്ടം ഇത് കണ്ടല്ലോ, അതായത് ഒരു റൗണ്ട് ഷേപ്പ്. അത് നേരെ എന്ത് ചെയ്യുക, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു സ്ക്രീൻ നേരെ ഇങ്ങോട്ട് വലിക്കുക. ഇങ്ങോട്ട് നേരെ വലിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ കുറേ സംഭവങ്ങൾ കാണാം. അതിലിപ്പോൾ US ആണ് കിടക്കുന്നത്. ഇവിടെ കാണാം, നിങ്ങൾ ഡിഫോൾട്ടായിട്ട് ഇവിടെ കാണാം. മാർക്കറ്റ് ഏതാണ് കിടക്കുന്നത്, US മാർക്കറ്റാണ്. നമ്മൾ ട്രേഡ് ചെയ്യുന്നത് എവിടെയാണ്, US മാർക്കറ്റിലാണോ നമ്മൾ ട്രേഡ് ചെയ്യുന്നത്? അല്ലല്ലോ, നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലല്ലേ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വേണം, ഇന്ത്യയിലേക്ക് മാറ്റണം ഇത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇന്ത്യ മാറ്റി കൊടുക്കുമ്പോൾ ഇനി എല്ലാം ഇന്ത്യയിലെ കാര്യങ്ങളായിരിക്കും വരിക. കണ്ടോ, റിലയൻസ്, നമ്മുടെ HDFC ബാങ്ക്, TCS, ഭാരതി എയർടെൽ, ICICI ബാങ്ക്, അങ്ങനെ നല്ല നല്ല സ്റ്റോക്കുകൾ വരാം. ഇത് കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ഇതെല്ലാം ഒന്നും നമുക്ക് വേണ്ട. ആക്ച്വലി അതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് വേണ്ട 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അത് മാത്രം നിങ്ങൾ സെറ്റ് ചെയ്താൽ മതി ഇതിനകത്ത്. ഓക്കെ,
ആദ്യം നമുക്കിത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് നല്ലൊരു പെർഫോമർ ആയിരിക്കണം, മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനകത്ത് എന്ത് വേണം? പെർഫോമൻസ് ആയ സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞാൽ ഒരു അൺയൂസ്ഡ് ആയിട്ടുള്ള വോളിയം വേണം. അത് ഒരു 1 മന്ത് അല്ലെങ്കിൽ ഒരു വൺ വീക്കായിട്ട് നല്ല അൺയൂസ്ഡ് ആയിട്ടുള്ള വോളിയം വേണം ഒരു സ്റ്റോക്ക് ആയിരിക്കണം നമ്മളിൽ വരേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഒരു പ്ലസ് സൈൻ കണ്ടോ നിങ്ങൾ ഈ സൈഡിൽ? ഇവിടെ ഒരു പ്ലസ് സൈൻ കണ്ടോ? ആ പ്ലസ് സൈനിൽ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ വോളിയം എന്ന് അടിക്കുക. വോളിയം അടിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ കാണാം പെർസെൻറ്റ് വോളിയം എന്നാണ് ഇവിടെ. ആ വോളിയം പെർസെൻറ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആഡ് കോളം കൊടുക്കുക. ആഡ് കോളം വന്നു. അതിനുശേഷം അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 1 ഡേ ഇവിടെ 1 ഡേ ആയപ്പോൾ കിടക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, 1 വീക്കാക്കി മാറ്റുക. കണ്ടോ, 1 വീക്കാക്കി മാറ്റുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല വോളിയം പെർസെൻ്റ് ഉള്ള സ്റ്റോക്കുകൾ ഇപ്പോൾ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വോളിയം പെർസെൻറ്റ് കൂടുതലുള്ള സ്റ്റോക്കുകൾ ഇപ്പോൾ ഇതിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 5020 സ്റ്റോക്കുകളുണ്ട് കേട്ടോ ആകെ വന്നിട്ടുണ്ട്. ഈ 5020 സ്റ്റോക്കിൽ വെറും 50 30 50 സ്റ്റോക്കുകളാണ് ആകെ നമുക്ക് ഇനി വരുള്ളൂ. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നോക്കും കേട്ടോ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഈ പ്ലസ് സൈനിൽ ഒന്നുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ പ്ലസ് സൈനിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ സംഭവം നിങ്ങൾ മാറ്റട്ടെ കേട്ടോ. പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, RSI എന്ന് കൊടുക്കുക. RSI കാരണം നമുക്ക് എന്ത് വേണം, മൊമെൻറ്റം വേണം, എന്നാൽ സ്റ്റോക്കിൽ അൺയൂഷ്വൽ വോളിയം വേണം. റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സിൽ വന്നു, അതും ആഡ് കൊടുക്കുക. അതും ഇതിൽ വന്നു, എല്ലാം വന്നല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ വാച്ച് ലിസ്റ്റിലെ എല്ലാ സ്റ്റോക്കുകളും നമുക്ക് വേണ്ട. വാച്ച് ലിസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നമുക്കൊരു മുകളിലൊരു സംഭവം കാണാം, പെർസെൻറ്റ് ചേഞ്ച് ചെയ്യണ്ട. ഈ പെർസെൻറ്റ് ചേഞ്ചിൻ്റെ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. പെർസെൻറ്റ് ചേഞ്ചിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പെർസെൻറ്റ് ചേഞ്ചിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 5% എബവ്, 1 ഡേ അല്ല, ജസ്റ്റ് ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇത് മാറ്റി 1 ഡേ മാറ്റിയിട്ട് എന്ത് ചെയ്യുക, 1 മന്ത് ആക്കി കൊടുക്കുക. 1 മന്ത് ആക്കി കൊടുക്കുക. 1 മന്തിൽ മിനിമം ഒരു 5% എങ്കിലും ഇൻക്രീസ് ആയ സ്റ്റോക്ക് ആയിരിക്കണം നമുക്ക് വരേണ്ടത്, മനസ്സിലായില്ലേ? അതിനുശേഷം എന്ത് ചെയ്യുക, ഹൈ എന്ന് കൊടുക്കുക. നിങ്ങളിവിടെ ഹൈ എന്ന് കൊടുക്കുക. സ്റ്റോക്ക് ന്യൂ ഹൈ കണ്ട് ഇവിടെ കാണാം, ന്യൂ ഹൈ എന്ന് കണ്ടാൽ നിങ്ങളെ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആ ന്യൂ ഹൈയുടെ അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് മന്ത്ലി ആക്കുക. ആണ് അപ്പോൾ ന്യൂ ഹൈ മന്ത്ലി ന്യൂ ഹൈ കട്ട് ചെയ്ത സ്റ്റോക്കുകൾ മാത്രമേ നമ്മുടെ എന്തെങ്കിലും വരുള്ളൂ, ഇതിൽ വരുള്ളൂ, മനസ്സിലായില്ലേ? അതായത് ഈ മന്തിൽ ന്യൂ ഹൈ, അതായത് കഴിഞ്ഞ മാസത്തെ ഹൈ ബ്രേക്ക് ചെയ്ത സ്റ്റോക്കുകൾ മാത്രമേ നമ്മുടെ കയ്യിൽ എന്ത് പറ്റുള്ളൂ, വരത്തുള്ളൂ. അതായത് നല്ല ബുള്ളിഷ് മോനുള്ള സ്റ്റോക്കുകൾ മാത്രമേ നമ്മുടെ കയ്യിൽ വരുള്ളൂ. ഈ പ്രൈസ് എന്ത് ചെയ്യുക, 100 ആൻഡ് എബവ് കൊടുക്കുക. 100 ആൻഡ് എബവ് ഉള്ള സ്റ്റോക്കുകൾ മാത്രം നമ്മുടെ ഈ സ്റ്റോക്ക് വാച്ച് ലിസ്റ്റ് വന്നാൽ മതി, മനസ്സിലായല്ലോ? അതുപോലെ തന്നെ എന്ത് ചെയ്യുക, പെർസെൻറ്റ് ചേഞ്ച് ഒരു 5% പെർസെൻറ്റ് ചേഞ്ച് ഇൻക്രീസ് ആയ സ്റ്റോക്കുകൾ മാത്രം നമ്മുടെ കയ്യിൽ വന്നാൽ മതി. പെർസെൻറ്റ് ചേഞ്ച് ഒരു 5% മുകളിൽ റിട്ടേൺ നൽകിയിരിക്കുന്ന സ്റ്റോക്കുകൾ മാത്രം നമ്മുടെ കയ്യിൽ വന്നാൽ മതി. അതായത് മന്ത്ലി 5% റിട്ടേൺ ആയിരിക്കണം. അതുപോലെ തന്നെ ഇയർ ഓൺ ബേസിലും 5% റിട്ടേൺ ആയിരിക്കണം. പിന്നെ അവിടെ അതിൻ്റെ തൊട്ടടുത്ത് നിങ്ങളൊരു കോളം കണ്ടത് ഇവിടെ അനലിസ്റ്റ് റേറ്റിംഗ് എന്ന് പറയുന്നത്, അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ കയ്യിൽ. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, എല്ലാ അനലിസ്റ്റുകളും സ്ട്രോങ് ബൈ പറയുന്ന സ്റ്റോക്കുകൾ മാത്രം നമ്മുടെ കയ്യിൽ വന്നാൽ മതി. സ്ട്രോങ് ബൈ, മനസ്സിലായോ? സ്ട്രോങ് ആയിട്ട് ഇവരെന്തായിരിക്കണം, ബൈ പറഞ്ഞിരിക്കണം. ഈ സ്റ്റോക്കുകൾ ബൈ ചെയ്യാൻ അനലിസ്റ്റുകൾ സ്ട്രോങ് ആയിട്ട് ബൈ പറഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ, അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ക്രീനറാണ്. ഇത്രയും കൊടുക്കുക, നിങ്ങൾ എന്ത് ചെയ്യുക, അതിനുശേഷം ഇത്ര മാത്രം മതി. നമ്മളെന്താ കൊടുത്തത്, എന്തൊക്കെയാണ് ആദ്യം കൊടുത്തത്, നമ്മളെന്ത് ചെയ്തു, വോളിയം പെർസെൻറ്റ് ഇവിടെ കൊടുത്തു, RSI കൊടുത്തു, അതിനുശേഷം എന്തോ ന്യൂ മന്ത്ലി ഹൈ ബ്രേക്ക് ആയ സ്റ്റോക്കുകൾ കൊടുത്തു, ചേഞ്ച് ഇൻ 1 മന്ത് 5% കൊടുത്തു. ഈ ചേഞ്ച് ഇൻ 1 മന്ത് ഉള്ള നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി ബുള്ളിഷായ സ്റ്റോക്ക് ഇത് 10% ആക്കാം കേട്ടോ. പ്രൈസ് എബോ 100 ആയിരിക്കണം. അതുപോലെ ഇയർലി 5% റിട്ടേൺ. അതുപോലെ അനലിസ്റ്റ് സ്ട്രോങ് മൊമെൻറ്റം ആയിരിക്കണം, സ്ട്രോങ് ബൈ ആയിരിക്കണം പറഞ്ഞ സ്റ്റോക്ക്. ഈ പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇത് മാറ്റിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 5%, 10%, 20% ഒക്കെ ആക്കാം കേട്ടോ. ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഇപ്പോൾ ഞാൻ 20% ആക്കി. ഒരു 20% റിട്ടേൺ നമുക്ക് നൽകിയ സ്റ്റോക്ക് മാത്രം വന്നാൽ മതി, അത് മാത്രമേ. അപ്പോൾ ഏറ്റവും ബുള്ളിഷ് ആയിട്ടുള്ള സ്റ്റോക്കുകളായിരിക്കും കിട്ടുന്നത്, ഏറ്റവും ബുള്ളിഷ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ. ഞാനിപ്പോൾ ആ 5% മാറ്റി 20% ആക്കി കിടക്കും. 20% ആക്കിയാൽ മതി കേട്ടോ, തുടക്കക്കാർ 20% ആക്കിയാൽ മതി. കാരണം നമുക്ക് വരുന്ന സ്റ്റോക്കുകളെല്ലാം ആയിരിക്കണം പറക്കാൻ പറ്റുന്ന സ്റ്റോക്കുകളായിരിക്കണം ഇത് വരുന്നത്. അത് നല്ല ബുള്ളിഷ് ആയിരിക്കണം സ്റ്റോക്കുകൾ, മനസ്സിലായില്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം അനലിസ്റ്റ് റേറ്റിംഗ് സ്ട്രോങ് ബൈ ആണ്. എല്ലാ അനലിസ്റ്റുകളും സ്ട്രോങ് ആയിട്ട് ബൈ ചെയ്യാൻ പറയുന്ന സ്റ്റോക്കുകളാണ് ഇതിൽ വന്നിരിക്കുന്നത് കേട്ടോ. അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് കയറി പോകാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്ന സ്റ്റോക്കുകൾ മാത്രമേ ഇതിൽ വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സ്റ്റോക്കുകൾ ഇത് എടുക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതങ്ങ് സേവ് ചെയ്തേക്കുക. സേവ് കൊടുത്താൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം എൻ്റെ പേരാണെങ്കിൽ സുവിൻ. ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യുക, സുവിൻ സ്റ്റോക്ക് സ്ക്രീനർ എന്ന് ഓർത്തു ജസ്റ്റ് സേവ് കൊടുത്തേക്കാം. ഇനി സേവ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇവിടെ ടിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് പോയി. ഇനി നിങ്ങൾക്ക് ഈ സ്റ്റോക്ക് സ്ക്രീൻ എടുക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വട്ടത്തിൽ ഇവിടെ ഒന്നും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ കേട്ടോ. ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഇത് ഇവിടെ ഇങ്ങനെ വരും. ഇവിടെ ഇങ്ങനെ വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ഇവിടെ ഇങ്ങനെ അങ്ങ് ചുരുക്കാം കാണാം. ചുരുക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്പോൾ അതിൽ നമുക്ക് ഓരോ കാര്യങ്ങളുണ്ട്. നിങ്ങൾ ബൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം,
ഈ പെർസെൻറ്റ് വോളിയം ചേഞ്ചിൻ്റെ അവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, ഡിസെൻഡിങ് ഓർഡർ ക്ലിക്ക് ചെയ്യണം. കണ്ടോ, ഡിസെൻഡിങ് ഓർഡർ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചത് ഇവിടെ 1, 2, 3, 4 സ്റ്റോക്കുകളാണ് ഭയങ്കരമായ 1 വീക്കായിട്ട് ഭയങ്കരമായിട്ടുള്ള വോളിയം നടക്കുന്ന സ്റ്റോക്കുകൾ. മനസ്സിലായോ? ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം ഈ ROH ലിമിറ്റഡ്, ABC ക്യാപിറ്റൽ, സെനറോസ്, KRN ഇങ്ങനെ പറഞ്ഞ 3 സ്റ്റോക്കുകളാണ് നമ്മൾ എന്ത് പറഞ്ഞിരിക്കുന്നത് ഈ സ്ക്രീനിൽ 4. അത് ഭയങ്കരമായ വോളിയം 1 വീക്കായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, 5000% ഒക്കെയാണ് വോളിയം വന്നിരിക്കുന്നത്. സ്ട്രോങ് ബൈ പറയുന്നുണ്ട് അനലിസ്റ്റ്. അതുപോലെ നമ്മുടെ RSI എവിടെയാണ് 79 ആണ്, ഇവിടെ 60 ആണ്, ഇവിടെ 64 ആണ്, 62 ആണ്. കേട്ടോ, എല്ലാത്തിലും ഹൈ ബുള്ളിഷായിട്ടുള്ള സ്റ്റോക്കുകളാണ് നമ്മുടെ ഈ സ്ക്രീനിൽ വരുന്നത്. കേട്ടോ, ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഓരോ സ്റ്റോക്കുകളായിട്ട് ഇതുകൊണ്ട് നമ്മുടെ പണി തീരുമോ? ഇല്ല, ഇതൊരു തുടക്കം മാത്രമേ ഉള്ളൂ കേട്ടോ പണിയുടെ. നമ്മൾ ഇവനെ അങ്ങോട്ട് സൈഡിലേക്ക് ഒതുക്കുക. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക, ഇതങ്ങോട്ട് സൈഡിലേക്ക് മാറ്റുക. നമ്മുടെ ആദ്യത്തെ സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഈ 4 സ്റ്റോക്ക് നമ്മൾ ചാർട്ടിലേക്ക് ആഡ് ചെയ്ത് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചാർട്ടിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ആവും. ഇത് അൺടിക്ക് ചെയ്തേക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം, 1-2 ഇൻഡിക്കേറ്റേഴ്സ് വേണം. നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻഡിക്കേറ്റേഴ്സിൽ വരിക, MA റിബൺ അടിക്കുക. കേട്ടോ, MA റിബൺ അടിക്കുമ്പോൾ MA മൂവിങ് ആവറേജ് റിബൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, RSI കൊടുക്കുക, റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്, അതാണ് RSI. ഓക്കെ, അപ്പോൾ RSI കൊടുത്തു. RSIയുടെ സെറ്റിങ്സിൽ വരിക. കുറച്ച് കാര്യങ്ങൾ മാറ്റാണ്ട് RSIയുടെ സ്ട്രെങ്ത് ഇതിൽ നമുക്ക് RSI മാത്രം മതി, വേണ്ടാത്ത കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട കേട്ടോ. അതിൻ്റെ RSIയുടെ അപ്പർ ബാൻഡ് മാത്രം മതി. അപ്പർ ബാൻഡ് എന്ത് ചെയ്യുക, 60 കൊടുക്കുക. അതിനുശേഷം മൂവിങ് ആവറേജ് ഇതൊന്ന് കുറച്ച് കട്ടാക്കി കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ കളർ വൈറ്റ് ആയി കൊടുക്കുക. വൈറ്റ് ആകുമ്പോൾ പെട്ടെന്ന് കാണാൻ പറ്റും, അതുകൊണ്ടാണ് വൈറ്റ് കൊടുക്കുന്നത്. ഓക്കെ, കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, മൂവിങ് ആവറേജ് റിബൺ നമ്മൾ കൊടുത്തത് ആഡ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഈ മൂവിങ് ആവറേജ് റിബണിൽ നമ്മൾ ഇൻപുട്ടിൽ വരിക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, WMA കൊടുക്കുക, വെയ്റ്റഡ് മൂവിങ് ആവറേജ് കൊടുക്കുക. വെയ്റ്റഡ് മൂവിങ് ആവറേജ് എന്ത് ചെയ്യണം, ആദ്യത്തേൽ 6 കൊടുക്കുക, രണ്ടാമത്തേൽ 50 കൊടുക്കുക, മൂന്നാമത്തേൽ 150 കൊടുക്കുക, നാലാമത്തേൽ 200 കൊടുക്കുക. മനസ്സിലായോ? ഇത്രയും കൊടുക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഇപ്പോൾ എന്ത് ചെയ്തു, ചാർട്ടിൽ WMA വന്നിട്ടുണ്ട്, RSI വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത 4 സ്റ്റോക്കുകളാണ്. നമ്മൾ നല്ല മൊമെൻറ്റോ നല്ല വോളിയോ ഉള്ള 4 സ്റ്റോക്കുകളാണ്. റോയൽ ഓർച്ചിഡ് ഹോട്ടൽസ്, ആദിത്യ ബിർള ക്യാപിറ്റൽ, സെനറോസ് ഫാർമസ്യൂട്ടിക്കൽ, KRN ഹീറ്റ് എക്സ്ചേഞ്ച് ലിമിറ്റഡ്. ഇത്തരം 4 സ്റ്റോക്കുകളാണ് നമ്മളിൽ വന്നിരിക്കുന്നത്. നമ്മൾ ഓരോ സ്റ്റോക്കുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ചാർട്ടിലേക്ക് ആഡ് ചെയ്ത് നോക്കുക. ഇതിൽ റോയൽ കണ്ടോ, റോയൽ ഓർച്ചിഡ് ഹോട്ടൽ കണ്ടോ, ഈ ഒരു സ്റ്റോക്ക് നോക്ക്. ഈ ഇതെന്താ സംഭവിച്ചത്, ഇവിടെ 2 കാര്യങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഒന്ന് മൊമെൻറ്റം, അതുപോലെ തന്നെ ബ്രേക്കൗട്ട് ഈ സ്റ്റോക്കിൽ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഞാനൊരു ട്രെൻഡ് ലൈൻ ഇവിടെ വാച്ച് കൊടുക്കണം. കണ്ടോ, ഈ ട്രെൻഡ് ലൈൻ നോക്കുമ്പോൾ എന്താ സംഭവിച്ചത്, ഇത്രയും നാൾ ഈ സ്റ്റോക്കിൽ നല്ല രീതിയിൽ ഇങ്ങനെ ഒരു സൈഡ് വേസ് കളിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റോക്ക് പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടാകും. കണ്ടോ, ബ്രേക്കൗട്ടായി. കണ്ടോ, ഒരു ഹൈയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, 451 452 നല്ല വോളിയം. നിങ്ങൾ ആ വോളിയം ബാറും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. വോളിയം ബാറും കൂടി ആഡ് ചെയ്തോളൂ കേട്ടോ. വോളിയം ഫ്രീ ആണ്, കാരണം 2 ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തുകൊണ്ട് വോളിയം കാണാം. കണ്ടോ, ഈ സ്റ്റോക്കിൽ കണ്ടോ, ഇവിടെ എവിടെയെങ്കിലും വോളിയം ഉണ്ടോ? പക്ഷേ കണ്ടോ, ലാസ്റ്റ് വന്നതിൽ നല്ല മൂവ്മെൻറ്റും അതുപോലെ തന്നെ നല്ല വോളിയം. RSI എവിടെയാണ്, 60 above ആണ്. അതുപോലെ തന്നെ നമ്മുടെ WMA വെയ്റ്റഡ് മൂവിങ് ആവറേജിൻ്റെ മുകളിലാണ്. അതായത് 620 150 200 എന്ന് പറഞ്ഞാൽ 20 ഏറ്റവും അടുത്ത മൂവിങ് ആവറേജ്, ഏറ്റവും കുറഞ്ഞ മൂവിങ് ആവറേജ് ആയ 20യുടെ അബവാണ് പ്രൈസ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റത്തിലാണ് എന്തിരിക്കുന്നത് ഈ സ്റ്റോക്ക് നിൽക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ചാടിക്കയറി എൻട്രി എടുക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് എൻട്രി എടുക്കാനുള്ള കുറച്ച് ക്രൈറ്റീരിയസ് ഉണ്ട്. ഒന്നുകിൽ എൻട്രി എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സ്റ്റോക്ക് ഈ ഒരു ഹൈ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻട്രി എടുക്കാം. അവിടെ ഈ ഒരു ഹൈ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, എൻട്രി എടുക്കാം. ആണോ, ഈ ഒരു ഹൈ കട്ട് ചെയ്തിട്ട് സ്റ്റോക്ക് മുകളിലേക്ക് കയറുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് എവിടെ വയ്ക്കാം, ഇതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കാം. മനസ്സിലായോ? 450 സ്റ്റോപ്പ് ലോസ്, 493 അല്ലെങ്കിൽ 495 ലെവൽ എന്ത് ചെയ്യാം, എൻട്രി എടുക്കാം. ഇതൊരു റെക്കമെൻഡേഷൻ അല്ല, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അടുത്ത ഏതാണ്, ABC ആദിത്യ ബിർള ക്യാപിറ്റൽ. ആദിത്യ ബിർള ക്യാപിറ്റൽ എന്താ സംഭവിക്കുന്നത്, അതും ഇതുപോലെ തന്നെ നല്ല ബുള്ളിഷ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. RSI എവിടെയാണ്, 60 above ആണ്. കണ്ടോ, ഈ സ്റ്റോക്ക് ഇത്രയും നാൾ ഇവിടെ കണ്ടോ ഒരു ഡൗൺ ട്രെൻഡിലായിരുന്നു. അതിനുശേഷം നമ്മൾ WMAയുടെ മുകളിലേക്ക് സ്റ്റോക്ക് കയറി, സ്റ്റോക്ക് നല്ല രീതിയിൽ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം എന്ത് സംഭവിച്ചു, സ്റ്റോക്ക് ഇപ്പോൾ ഏറ്റവും നമ്മുടെ ചെറിയ മൂവിങ് ആവറേജ് ആയ 6ൻ്റെ above ആണ്. നമ്മൾ പറഞ്ഞ എന്താണ്, മൂവിങ് ആവറേജ് 650 150 200 എന്നാണ് പറഞ്ഞത്. 6 മൂവിങ് ആവറേജിന് മുകളിലാണ് സ്റ്റോക്ക് പ്രൈസ് കിടക്കുന്നത്. സ്റ്റോക്ക് ഓൾറെഡി 50 മൂവിങ് ആവറേജിനോട് സപ്പോർട്ട് എടുത്തിട്ടാണ് സ്റ്റോക്ക് മുകളിലേക്ക് കയറുന്നത്. 60 RSI കട്ട് ചെയ്താണ് മുകളിലേക്ക് എടുക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ദിവസം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കൺസോൾട്ടേഷൻ ഏരിയ കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻട്രി എടുക്കാനായിട്ട് സാധിക്കും. മനസ്സിലായോ? ഇതിന് മുകളിൽ ക്ലോസ് ചെയ്താൽ ക്ലിയർ കട്ട് എൻട്രിയാണ്. കാരണം RSI 60 above നിൽക്കുന്നത്, RSI 60 above തന്നെയാണ് നല്ല ബുള്ളിഷായിട്ടാണ് നിൽക്കുന്നത്. സ്റ്റോക്കിൽ വോളിയം കൂടി നോക്കാം. നിങ്ങൾ ഇപ്പോൾ സൈഡിൽ നോക്കുമ്പോൾ ഈ ഒരു ഏരിയയിൽ വോളിയം ഉണ്ട്. വോളിയം വന്ന ഏരിയയിൽ നിന്ന് സ്റ്റോക്ക് എന്ത് ചെയ്തു, നേരെ കട്ട് ചെയ്ത് കയറിപ്പോയി. വീണ്ടും ഏരിയയിൽ നല്ല രീതിയിൽ വോളിയം കാണിക്കുന്നുണ്ട്. വോളിയം കൂടി ഒരു അഡീഷണൽ കൺഫർമേഷൻ ആണ്. വോളിയം കൂടി വരുവാണെങ്കിൽ സ്റ്റോക്ക് കയറിപ്പോകും. ഇനി അടുത്ത സ്റ്റോക്ക് നോക്കാം. അടുത്ത സ്റ്റോക്ക് എന്താ സംഭവിക്കണേ, ഈ അടുത്ത സ്റ്റോക്ക് പറഞ്ഞ സെനറോസ് ഫാർമസ്യൂട്ടിക്കൽ കേട്ടോ, അങ്ങനെ അതിൻ്റെ പേര്. ഇതിൻ്റെ പേര് അങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് ഇതിൽ കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം നല്ല വോളിയം വന്ന സ്റ്റോക്ക് ആട്ടത്.
പക്ഷേ ഈ സ്റ്റോക്ക് ഒരു അടുത്ത കാഴ്ച എപ്പോഴോ ഈ ഒരു 2025 തന്നെ ലിസ്റ്റ് ചെയ്ത സ്റ്റോക്കാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് 724 ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതാണെങ്കിൽ ഇതിൻ്റെ എൻട്രി വരുന്നത് ഇവിടെ നമുക്ക് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം. നല്ലൊരു ബ്രേക്ക് ഔട്ട് ലെവലാണ് നിൽക്കുന്നത് ഈ സ്റ്റോക്ക് ഓൾറെഡി. അതുപോലെ തന്നെ 64 ഇതിൻ്റെ RSI വരുന്നത്. സ്റ്റോക്ക് ഓൾറെഡി ട്രേഡ് നടക്കുന്ന എവിടെയാണ്? നമ്മുടെ ഏറ്റവും ചെറിയ മൂവിങ് ആയ 6 EMA WMA മുകളിലാണ് സ്റ്റോക്ക് ട്രേഡ് നടക്കുന്നത്. അതുമാത്രമല്ല ഈ 6 WMAയും അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ 50 WMA നമ്മൾ നല്ല ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട്. അങ്ങനെയുള്ള സ്റ്റോക്കുകൾ നല്ല രീതിയിൽ കയറി പോകും കേട്ടോ. നല്ല രീതിയിൽ ഒരു ബുള്ളിഷ് മൊമെൻറ്റം തന്നെയാണ് കാണിക്കുന്നത്. അതുമാത്രമല്ല ഈ പറഞ്ഞ 200 EMA ആയിട്ട് നല്ലൊരു 200 EMA അല്ല 150 EMA കാണുക ചാൻസ് ഉള്ളൂ. കാരണം വെച്ചാൽ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഓൾറെഡി ഒരു 2025. അപ്പോൾ 200 EMA കാണാൻ ചാൻസ് ഇല്ല, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ടോ, എല്ലാ മൂവിങ് ആവറേജിന് മുകളിലായിരിക്കണം സ്റ്റോക്ക് ട്രേഡ് എടുക്കുന്നത്. ഇൻ കേസ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് ചില സ്റ്റോക്കുകൾ 50 EMA ആയിരിക്കും, അവിടെ എടുക്കരുത് ഒരിക്കലും. നിങ്ങൾ സ്റ്റോക്ക് എപ്പോഴും സ്റ്റോക്ക് പ്രൈസ് ക്ലോസ് ചെയ്യുന്നത് 6 WMA മുകളിലേക്ക്, 50 WMA അല്ല 6 WMA മുകളിലേക്ക് ക്ലോസ് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾ എടുക്കാവുള്ളൂ കേട്ടോ. ഞാൻ EMA എന്ന് പറയുന്നുണ്ട്, അറിയാണ്ട് പേര് വരുന്നതാണ്. ശരിക്കും WMA ആണ് കേട്ടോ. വെയിറ്റഡ് മൂവിങ് ആവറേജ് ആണ്, മറ്റേത് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ആണ്. രണ്ട് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞ WMA ആണ് കേട്ടോ ഇത് ആഡ് ചെയ്തിരിക്കുന്നത്. കുറച്ചൊരു പ്രോബബിലിറ്റിക്ക് വേണ്ടിയാണ് നമ്മൾ WMA ആഡ് ചെയ്തത്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? KRN ഹീറ്റ് എക്സ്ചേഞ്ച് അത് നോക്കാം. അതിലെന്താ സംഭവിക്കുന്നത്? സ്റ്റോക്ക് നല്ല വോളിയത്തോടുകൂടിയാണ് ബ്രേക്ക് ഔട്ട് ആവുന്നത്. കണ്ടോ, നിങ്ങൾക്ക് കാണാം കഴിഞ്ഞ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ നല്ലൊരു വോളിയം വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വോളിയത്തിൻ്റെ കണക്ക് കാണാം. ഇവിടെ നോക്കുമ്പോൾ കാണാം. അതിനുശേഷം RSI കറക്റ്റ് 62 വന്നിട്ടുണ്ട്. മൂവിങ് ആവറേജിൻ്റെ മുകളിൽ, അതായത് 6 WMA മുകളിലേക്കാണ് സ്റ്റോക്ക് പ്രൈസ് ക്ലോസ് ആയിരിക്കുന്നത്. സ്റ്റോക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കൺസോൾട്ടേഷൻ ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എൻട്രി കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണോ? ഇതൊരു കൺസോൾട്ടേഷൻ ഏരിയയാണ് ഈ സ്റ്റോക്കിൽ. കേട്ടോ, ഇവിടെയൊക്കെ ഒരു റെസിസ്റ്റൻസ് കാണാം. ഈ ഏരിയയിലൊക്കെ റെസിസ്റ്റൻസ് ഉണ്ട് ഈ സ്റ്റോക്കിന് കേട്ടോ. ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 1017 ആണ് ഇതിൻ്റെ സേഫ് എൻട്രി. ശരിക്കും പറഞ്ഞാൽ ഞാനത് എൻട്രി പറഞ്ഞതല്ല, നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു ഉദാഹരണത്തിന് പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾ ചാടിക്കറിയിൽ എൻട്രി എടുക്കരുത്. നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിൽ സേവ് ചെയ്തതിന് ശേഷം മാത്രം എൻട്രി എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ പല മാനദണ്ഡങ്ങളും നിങ്ങൾക്ക് അങ്ങോട്ട് ചേഞ്ച് ചെയ്തൊക്കെ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് പല രീതിയിൽ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ പല രീതിയിലുള്ള സ്റ്റോക്കുകൾ ഇനിയും ഇത് പറ്റും. ഞാൻ യൂസ് ചെയ്യുന്നൊരു മെത്തേഡ് മാത്രം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: അനലിസ്റ്റുകൾ ഹൈ റെക്കമെൻഡേഷൻ പറയുന്ന സ്റ്റോക്കുകൾ, 100 പോലുള്ള സ്റ്റോക്കുകൾ 1 മന്ത് ഹൈ ബ്രേക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇയർലി ഒരു 20% റിട്ടേൺ കിട്ടുന്നത്, ന്യൂ മന്ത് ഹൈ ബ്രേക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ പെർസെൻറ്റ് വോളിയം കഴിഞ്ഞ 1 വീക്കായിട്ട് നല്ല രീതിയിൽ കയറി വരുന്ന സ്റ്റോക്കുകൾ കേട്ടോ. ഈ 4 സ്റ്റോക്കുകളാണ് ഏറ്റവും കൂടുതൽ വോളിയം വന്നിരിക്കുന്നത്, മനസ്സിലായില്ലേ? ഏറ്റവും കൂടുതൽ വോളിയം ബിൽഡപ്പ് നടക്കുന്ന സ്റ്റോക്കുകളാണ് ഈ പറഞ്ഞ 4 സ്റ്റോക്കുകൾ. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്റ്റോക്കുകൾ പറയാനുള്ള കാരണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലൊരു സ്ക്രീനർ നിങ്ങൾ ബിൽഡ് ചെയ്ത് നോക്കുക. ബിൽഡ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റിന് റിപ്ലൈ തരുന്നതാണ് നല്ലൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നല്ലൊരു സ്ട്രാറ്റജിയാണിത്. കാരണം വെച്ചാൽ നല്ല നല്ല മൊമെൻറ്റുള്ള സ്റ്റോക്കുകൾ നമുക്ക് ഇതിനകത്ത് വരും. ചില സ്റ്റോക്കുകൾ പറന്നങ്ങ് പോകുമ്പോഴോട്ട് ശരിക്കും നല്ല രീതിയിൽ റിട്ടേൺ കിട്ടും. പിന്നെ എപ്പോഴും പൊസിഷൻ സൈസിങ് കീപ്പ് ചെയ്ത് മാത്രം ട്രേഡ് ചെയ്ത് കൊടുക്കുക. ട്രേഡ് ചെയ്യുമ്പോൾ എപ്പോഴും പൊസിഷൻ സൈസിങ്ങും ക്വാണ്ടിറ്റി മാനേജ്മെൻറ്റും വളരെയധികം കീപ്പ് ചെയ്യുക. കാരണം വലിയ ക്വാണ്ടിറ്റി ഒരു സ്റ്റോക്കുകൾ ആഡ് ചെയ്യാതിരിക്കുക, മനസ്സിലായില്ല? അതാണ് നമ്മളെപ്പോഴും രക്ഷിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു 1000 ക്വാണ്ടിറ്റി ആഡ് ചെയ്യുന്നതിന് പകരം ഒരു സ്റ്റോക്കുകൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ക്യാപിറ്റൽ ഒരു, ഞാൻ എപ്പോഴും വീഡിയോ പറഞ്ഞാണ്, പലർക്കും അത് ഇഷ്ടപ്പെടില്ല. 1 lakh നിങ്ങളുടെ ക്യാപിറ്റൽ. നിങ്ങൾ ഈ ക്യാപിറ്റൽ എന്ത് ചെയ്യുക? 10 ഡിവൈഡ് ചെയ്യുക. 10 ഡിവൈഡ് തന്നെ ചെയ്യുക. ഒരു സ്റ്റോക്കിൽ 10,000 വെച്ചിടുക, മനസ്സിലായി? 10,000 വെച്ചിട്ടിട്ട് അപ്പോൾ നമുക്ക് എന്ത് പറ്റും? റിസ്ക് വളരെ കുറവ്. ഒരു ഇപ്പോൾ 4 സ്റ്റോക്ക് അറ്റ് എ ടൈം നമ്മൾ എൻട്രി എടുക്കുകയെന്ന് വെച്ചോ. ഈ സ്റ്റോക്കുകൾ ഇത് 10 ഡിവൈഡ് ചെയ്ത് 5 സ്റ്റോക്കുകൾ, ഈ 4 സ്റ്റോക്കുകൾ വാങ്ങുകയാണെങ്കിൽ 40,000 രൂപ വരുള്ളൂ. ഈ 40,000 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു സ്റ്റോക്ക് ഇതിൽ ഡൗൺ ട്രെൻഡിലേക്ക് പോയി ബാക്കി 3 സ്റ്റോക്കുകൾ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ പോർട്ട്ഫോളിയോ എപ്പോഴായിരിക്കും എവിടെയായിരിക്കും? ഗ്രീനിലായിരിക്കും. ഈ ഗ്രീൻ പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് എനർജിയാണ് എപ്പോഴും. എല്ലാവർക്കും അതെ, എനിക്കും അതെ, നിങ്ങൾക്കും അതെ, എല്ലാവർക്കും അതെ. ഈ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്ന എല്ലാവർക്കും റെഡ് കണ്ട അവർക്ക് മിക്കവാറും ഇഷ്ടമല്ല. റെഡ് കളർ തന്നെ ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ട് ഇപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡ് ചെയ്ത്. അപ്പോൾ ഗ്രീൻ കളർ കാണുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ പോർട്ട്ഫോളിയോ എപ്പോഴും ഗ്രീനാക്കി നിർത്തുക. അതിന് ചെയ്യേണ്ട ചില മാർഗ്ഗങ്ങളാണ് ഈ പറയുന്നത് കേട്ടോ. നിങ്ങൾ 50,000 രൂപ അല്ലെങ്കിൽ 1,00,000 രൂപ ആണെങ്കിൽ എല്ലാം കൂടി നിങ്ങൾ ഒറ്റ സ്റ്റോക്കിൽ ഇടാതെ 10 ഡിവൈഡ് ചെയ്യുക. എന്ത് ചെയ്യുക? 10 ഡിവൈഡ് ചെയ്തിട്ട് ഒരു സമയത്ത് 5 സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുക. ബാക്കി 50,000 കീപ്പ് ചെയ്ത് വെച്ചേക്കുക, മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ് അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ 3 സ്റ്റോക്കുകൾ എപ്പോഴും ഇങ്ങനെയുള്ള ഹൈ മൊമെൻറ്റം സ്ക്രീനേഴ്സിലൊക്കെ 3 സ്റ്റോക്കുകൾ നല്ലോണം പെർഫോം ചെയ്യും. ഔട്ട് പെർഫോം ചെയ്യുമ്പോൾ ഒരു സ്റ്റോക്ക് ചിലപ്പോൾ താഴെ പോയാലും നമുക്ക് എന്ത് ചെയ്യില്ല, നമ്മുടെ പോർട്ട്ഫോളിയോ എപ്പോഴും എന്താ ചെയ്യാം? ബാലൻസ് ആയിട്ട് നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ, ഈ സ്ക്രീനർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യാനും, നല്ല വീഡിയോ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ തുറന്ന വീഡിയോ ഉള്ളൂ. ഇതുപോലെയുള്ള നല്ല കണ്ടന്റ് നിങ്ങളിലേക്ക് എത്തിക്കുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് കാര്യമില്ല. കാരണം വെച്ചാൽ നിങ്ങൾക്ക് താല്പര്യമില്ല, നിങ്ങൾക്ക് ഇതിനോട് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് എനിക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ലൈക്ക്, ഷെയർ, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അതുപോലെ കമൻറ്റ് ചെയ്യുക. നല്ല കമൻറ്റ്സുകൾ വരുമ്പോൾ എന്ത് ചെയ്യുക? ഞാൻ ഇങ്ങനത്തെയുള്ള ഹൈ ക്വാളിറ്റി വീഡിയോസ് ചെയ്യും. ഇതുപോലത്തെ നല്ല നല്ല ഒത്തിരി സീക്രട്ട് കണ്ടന്റുകൾ ഇതിലുണ്ട്. ഞാനത് ചെയ്യും, നിങ്ങളിലേക്ക് എത്തിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത്, ഞാനും കരുതും നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലേക്ക് എത്തും. അതുകൊണ്ട് മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കുക ഇതുള്ള വീഡിയോസ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കനോട് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എല്ലാം കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വെറുപ്പിക്കുന്നില്ല. നമ്മുടെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.